പഠിക്കാനെന്നും ജോലിക്കെന്നും ഒക്കെ പറഞ്ഞ് മക്കളെ നാട് തെണ്ടാൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ ഒരു ദിവസം ഒരു കൊച്ചുമായി കയറി വരുമ്പോൾ മാത്രമേ ഇവൾക്കൊക്കെ അവിടെ എന്തായിരുന്നു പണിയെന്നറിയാൻ പറ്റൂ. മുറ്റത്ത് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മാളുവിനെ നോക്കി അയൽക്കാരിൽ ആരോ മുറുമുറുത്തു. അത് കേട്ടതോടെ ഉമ്മറത്തിരുന്ന കണ്ണീർ പൊഴിക്കായിരുന്ന അമ്മ രൂക്ഷമായി മാളുവിനെ നോക്കി. എന്നാലും എന്താ അവളുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് അച്ഛൻ തീർന്നു കിട്ടിയില്ലേ? എന്നിട്ടും അവളുടെ തൊലിക്കെട്ടി നോക്കണം. ഒന്നും സംഭവിക്കാത്ത പോലെ വന്ന് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? പറഞ്ഞിട്ട് മതി വരാത്ത പോലെ അയൽക്കാരികൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും മാളുവിന്റെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ എന്തിനു വേണ്ടിയുള്ളതായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. ഒരിക്കൽ കൂടി അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ എന്തൊക്കെയോ ഓർത്തോർത്ത് കരയുകയായിരുന്നു ആ നിമിഷം അമ്മ. അമ്മേ, അച്ഛനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ അവസാനമായിട്ട് ഒരു വട്ടം, അവൾ ഒരിക്കൽ കൂടി അവരോട് കെഞ്ചി. പക്ഷെ അതോടുകൂടി അവരുടെ നിയന്ത്രണം വിടുകയായിരുന്നു. അച്ഛനോ? ആരുടെ അച്ഛൻ? ആരുടെ അമ്മ? ഈ വീട്ടിൽ നിന്റെ ബന്ധുക്കൾ ആരും ജീവനോടെ ഇല്ല. ഉണ്ടായിരുന്നവരൊക്കെ നീ തന്നെയാണ് കൊന്നു കളഞ്ഞത്. നീയും നിന്റെ ഓരോ പ്രവർത്തികളും. നിന്നെ എത്ര പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്നതാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്താ? എൻ്റെ കെട്ടുതാലി വരെ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ഇനി എന്ത് കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ ജീവനും കൂടി മുകളിലേക്ക് പോകുന്നത് കാണാനോ? അവർ ദേഷ്യത്തോടെ ഓരോ വാക്ക് ചോദിക്കുമ്പോഴും അവരോടൊപ്പം അവളും കരയുന്നുണ്ടായിരുന്നു. അമ്മേ, നിങ്ങൾ ആരും കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? അവൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. വേണ്ടടി, നീ ഒന്നും പറയണ്ട. നിന്റെ അവിടുത്തെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അറിഞ്ഞതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആകെ ഒരേ ഒരു തവണ മാത്രമാണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതും കുറേയേറെ മാസങ്ങൾക്ക് മുൻപ്. ചോദിക്കുമ്പോഴൊക്കെ പ്രൊജക്റ്റാണ്, തിരക്കാണ്, അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ ഒരു 100 കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ മന്ദബുദ്ധികൾ നീ പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ എന്തായി? തേച്ചാലും മാച്ചാലും പോകാത്ത അത്രയും വലിയ നാണക്കേട് നീ ഞങ്ങൾക്ക് തന്നില്ലേ? ഇനി ആ കാണുന്ന നാട്ടുകാർക്ക് മുൻപിൽ തല ഉയർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഇത്രയും കാലം മക്കളെ ഓർത്ത് അഭിമാനം മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ മക്കൾ തന്നെയാണ് ഞങ്ങളുടെ ജീവൻ എടുത്തത്. സങ്കടത്തോടെ അമ്മ പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞു. അവർ പറയുന്ന ഓരോ വാക്കും തൻ്റെ നെഞ്ചം തകർക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അമ്മയോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടു പൊയ്ക്കോട്ടെ. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് മടങ്ങി വരാതിരിക്കാം. പക്ഷേ എൻ്റെ അച്ഛനെ അവസാനമായിട്ട് എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്താപവും പേര് ഈ ജന്മം മുഴുവൻ ഞാൻ വേദനിക്കും. അവൾ സങ്കടത്തോടെ പറഞ്ഞിട്ടും അവരുടെ മനസ്സലിഞ്ഞില്ല. പക്ഷെ നാട്ടുകാരിൽ ചിലർക്കൊക്കെ അവളോട് സഹതാപം തോന്നാൻ തുടങ്ങിയിരുന്നു. എത്രയൊക്കെ ആയാലും സ്വന്തം മകളല്ലേ, ആ കുട്ടി അവസാനമായി അച്ഛനെ ഒന്ന് കണ്ടോട്ടെ, തടയണ്ട. പലരും അഭിപ്രായപ്പെട്ടു. അത് കേട്ടപ്പോൾ മാളുവിന് ഇതിന് ധൈര്യമൊക്കെ തോന്നി. തന്നോടൊപ്പം നിൽക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. എന്തൊക്കെ സംഭവിച്ചാലും ഇവളെൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത്. ഇവിടെ ഇവൾക്ക് ബന്ധുക്കളായി ആരും അവശേഷിക്കുന്നില്ല. അവിടെ മരിച്ചു കിടക്കുന്ന എൻ്റെ ഭർത്താവാണ്. അയാളും ഇവളുമായി ഒരു ബന്ധവുമില്ല. ഇവൾക്ക് വേണ്ടി വക്കാലത്തുമായി ആരും എന്നോട് സംസാരിക്കുകയും വേണ്ട. അവരുടെ വാശി ഒരിക്കലും മാറില്ലെന്ന് കണ്ടതോടെ കണ്ണുനീരോടെ അവൾ തിരിഞ്ഞു നടന്നു. കിട്ടിയ വണ്ടിയിൽ താമസ സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവൾ ചിന്തിച്ചത് മുഴുവൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമായിരുന്നു. അന്യനാട്ടിൽ പഠിക്കാൻ പോയ മകൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഏതൊരു മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാവും പ്രതികരിക്കുക. മറ്റൊരു നാട്ടിൽ പോയി മകൾ പിഴച്ചു പോയെന്ന് അവർ കരുതിയിട്ടുണ്ടാവും. അതിൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കോളേജിലൊപ്പം പഠിക്കുന്ന പെൺകുട്ടിയാണ് സൗമ്യ. അവൾ കോളേജിൽ ചേർന്ന സമയത്ത് തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവനും അവളും കൂടി കറങ്ങാൻ പോകുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അവർ തമ്മിൽ പിണങ്ങി അവൾ റൂമിൽ ഇരുന്ന് വല്ലാതെ സങ്കടപ്പെടുന്നതും കരയുന്നതും ഒക്കെ കാണാം. കുറച്ച് നിമിഷങ്ങൾക്കകം അവൻ വിളിക്കുമ്പോൾ പഞ്ചാര വാക്കുമായി അവൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കൽ അവർ തമ്മിൽ പിണങ്ങി. പിന്നീട് ഒരിക്കലും അവളെ അവൻ വിളിച്ചില്ല. അതോടെ അവൾക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും ഒക്കെയായി. ഒരു ദിവസം അവൾ ക്ലാസ്സിൽ തലകറങ്ങി വീണു. അവളുടെ റൂംമേറ്റ് എന്നുള്ള നിലയ്ക്ക് താനായിരുന്നു അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ കേട്ടത്. അവൾ ക്യാരിങ് ആയിരുന്നു. കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അവളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അത് നടക്കില്ലെന്ന് കണ്ടതോടെ അവൾക്ക് ദേഷ്യവും വാശിയും ഒക്കെയായി. അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒരു തരത്തിലും അവനിലേക്ക് അടുക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ അവൻ്റെ വിവാഹമാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതോടെ അവൾ പൂർണ്ണമായും തകർന്നുപോയി. കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ കൂടി കഴിയാതെ വന്നതോടെ എങ്ങനെയെങ്കിലും അത് വയറ്റിൽ കിടന്ന് നശിച്ചു പോകട്ടെ എന്ന് മാത്രമാണ് അവൾ ചിന്തിച്ചത്. അതിനുവേണ്ടി ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം അവൾ പട്ടിണി കിടന്നു. പക്ഷെ അതൊക്കെ അവളുടെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങിയപ്പോൾ പതിയെ പതിയെ അവൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുഞ്ഞിനെ ഗർഭം ധരിച്ചു ഒന്നും വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല. അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുള്ളത് കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ തനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി താൻ നാട്ടിലേക്ക് വരാതിരുന്നത്. പ്രസവം കഴിഞ്ഞ ഉടനെ അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. പക്ഷേ കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ തനിക്ക് വല്ലാതെ നൊന്തു.
എത്രയൊക്കെ ആണെങ്കിലും അതൊരു മനുഷ്യജീവനല്ലേ. തൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്നുള്ള തീരുമാനമെടുത്തത് അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ താൻ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ തന്നെ ആശുപത്രിയിൽ വെച്ച് ആരോ തന്നെയും കുഞ്ഞിനെയും ഒന്നിച്ചു കണ്ടിട്ട് ഞാൻ പ്രസവിച്ചതാണ് എന്നൊരു വാർത്ത കൂടി വീട്ടിലെത്തിച്ചു. കുറേ കാലമായുള്ള തൻ്റെ പെരുമാറ്റത്തിലെ മാറ്റവും കുഞ്ഞിൻ്റെ ജനനവും ഒക്കെ കൂടി വീട്ടുകാർക്ക് സംശയമായി. ആ സംശയത്തിൻ്റെ പേരിലാണ് അച്ഛൻ ഒരു മുഴം കയറിൽ തൻ്റെ ജീവൻ അവസാനിപ്പിച്ചത്. അമ്മയ്ക്ക് താനൊരു ശത്രുവായി മാറി. കുഞ്ഞിനിപ്പോൾ 2 മാസത്തോളം പ്രായമുണ്ട്. ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ എങ്ങനെ വളർത്തും, എങ്ങനെ നോക്കുമെന്നൊന്നും തനിക്ക് അറിയില്ല. എന്തൊക്കെ വന്നാലും ഇതിനെ കൊന്നുകളയാൻ മാത്രം താൻ തയ്യാറല്ല. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർക്ക് മനസ്സിലാകും. അത്രയും കാലം അവർക്ക് വേണ്ടി താൻ കാത്തിരിക്കും. കുഞ്ഞിനെ ഒരിക്കൽ കൂടി മാറോട് അടക്കി പിടിച്ചുകൊണ്ട് അവൾ ചിന്തിച്ചു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്